السلام عليكم. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان. أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والعاقبة للمتقين. أما بعد. സ്നേഹനിധികളായ എൻ്റെ മുഅ്മിനീങ്ങളെ, ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നാം ഏവരെയും ഒരുമിച്ച് കൂട്ടി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും വന്നുപോയ എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ. അവന്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ധാരാളം ആളുകൾ ഈ സയ്യിദീയ മജ്ലിസിലേക്ക് കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അവരെ ചെറുതും വലുതുമായ എല്ലാ ഹലാലായ മുറാദിനെയും നീ ഹാസിലാക്കണം അല്ലാഹ്. എല്ലാ ഹലാലായ മുറാദിനെയും നീ ഹാസിലാക്കണം അല്ലാഹ്. അവരുടെ ഉദ്ദേശങ്ങൾ അല്ലാഹുവേ നീ നിറവേറ്റി കൊടുക്കണം അല്ലാഹ്. ധാരാളം മുറാദുകൾ മനസ്സിൽ കരുതിക്കൊണ്ട് ഈ മജ്ലിസിൽ ഇരിക്കുന്നവർ, 5:30 മജ്ലിസിൽ ഇരിക്കുന്നവര്, നമ്മുടെ ഈ സയ്യിദിയും ക്ലാസ്സിലിരിക്കുന്നവർ, അല്ലാഹുവേ എല്ലാവരുടെയും ഹലാലായ എല്ലാ സകലമായ മുറാദിനെയും അല്ലാഹുവേ നീ ഹസ്നാക്കണം അല്ലാഹ്. അവരുടെ ഉദ്ദേശങ്ങൾ നീ അല്ലാഹുവേ നീ നിറവേറ്റി കൊടുക്കണം അല്ലാഹ്. നീ നിറവേറ്റി കൊടുക്കണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ഈ സയ്യിദീയ മജ്ലിസിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരു സ്വലാത്തിനെ പറ്റിയാണ്. നിങ്ങളെ ഒരു സ്വലാത്തിനെ പറ്റിയാണ്. അത്ഭുത നേട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കൈവരിക്കാൻ പറ്റിയ ഒരു സ്വലാത്ത്. ഈ ഒരു ചെറിയൊരു സ്വലാത്ത് നമുക്ക് ചൊല്ലാൻ പറ്റിയ, നാവ് കൊണ്ട് ലളിതമായ രൂപത്തിൽ നമുക്ക് ചൊല്ലാൻ പറ്റിയ ഒരു അത്ഭുതകരമായിട്ട് അത്ഭുത കലവറുകളുള്ള ഒരു സ്വലാത്ത് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ മജ്ലിസിൽ നമുക്ക് പഠിച്ചാലോ. എല്ലാവരും തയ്യാറല്ലേ? എല്ലാവരും ഇൻഷാ അല്ലാഹ് എന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞേ, ഇൻഷാ അല്ലാഹ് തങ്ങളെ ഞങ്ങൾ തയ്യാറാണ്. ആ സ്വലാത്തിനെ പറ്റി പഠിക്കാനും അതിന്റെ മഹത്വങ്ങൾ പഠിക്കാനും ഞങ്ങൾ തയ്യാറാണ്. എന്നിട്ട് ഇൻഷാ അല്ലാഹ് ഈ സ്വലാത്തിനെ ജീവിതത്തോട് ചേർത്ത് വെക്കും എന്ന് ഞങ്ങൾ ചൊല്ലും തങ്ങളെ. ഇൻഷാ അല്ലാഹ് എന്നൊരു പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞേ, പുഞ്ചിരിച്ചുകൊണ്ട് ഒരു ഇൻഷാ അല്ലാഹ് അറിയിച്ചേ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു ഭാഗ്യം നൽകട്ടെ. മുഅ്മിനീങ്ങളെ, എന്താണ് മുഅ്മിനീങ്ങളെ സ്വലാത്ത്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശറഫാക്കപ്പെട്ട ആ റൗളാ ശരീഫിലേക്ക് നമ്മൾ ചൊല്ലുന്ന സ്വലാത്ത് അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. ധാരാളം സ്വലാത്തുകളുണ്ട് എൻ്റെ മുഅ്മിനീങ്ങളെ, ധാരാളം സ്വലാത്തുകളുണ്ട്. ഇബ്രാഹിമിയ സ്വലാത്ത്, സ്വലാത്തുൽ ഫാത്തിഹ്, സ്വലാത്തുൽ ഫിർദൗസിയ, സ്വലാത്തുൽ നാരിയ, അങ്ങനെ സ്വലാത്തുൽ ഫാത്തിമിയ, അങ്ങനെ ധാരാളം സ്വലാത്തുൽ താജ്, സ്വലാത്തുൽ തിബ്, അങ്ങനെ ധാരാളം സ്വലാത്തുകളുണ്ട്. അതിലൊരു മഹത്വമേറിയ ഒരു സ്വലാത്ത്, മഹത്വമേറിയ സ്വലാത്ത്, ധാരാളം അത്ഭുത ഗുണങ്ങളുള്ള, ഇൻഷാ അല്ലാഹ് അതിന്റെ അത്ഭുത ഗുണങ്ങളും എന്തെല്ലാമാണ് ഈ സ്വലാത്ത് ചൊല്ലിയാൽ അവനക്ക് ജീവിതത്തിൽ ലഭിക്കാൻ പോകുന്ന നേട്ടങ്ങൾ ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് പഠിക്കണം മുഅ്മിനീങ്ങളെ. ഇന്നത്തെ മജ്ലിസിൽ ഇരുന്ന് അത് പരിപൂർണ നിലയിൽ പഠിച്ച് ആ സ്വലാത്തിനെ, ഈ സ്വലാത്തിനെ ജീവിതത്തോട് ചേർത്ത് വെക്കണം. ധാരാളം അത്ഭുത ഗുണങ്ങള്, കടങ്ങൾ വീടാൻ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് സാമ്പത്തിക പ്രയാസങ്ങൾ നീരാൻ, രോഗികൾക്ക് രോഗങ്ങൾ ശിഫയാവാൻ, അങ്ങനെ
ധാരാളം അത്ഭുത ഗണങ്ങളുള്ള ഒരു സ്വലാത്ത് പഠിക്കേണ്ട നമുക്ക് ഇനിയുമുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് എണ്ണി പറയാം ഇതിന്റെ ഗുണങ്ങൾ. ഈ സ്വലാത്ത് ചൊല്ലിയാൽ ഒരാൾക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ നമുക്ക് എണ്ണി പറയാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു ഭാഗ്യം നൽകട്ടെ മുഅ്മിനീങ്ങളെ. അല്ലാഹുവേ, ഈ സ്വലാത്തിനെ ജീവിതത്തോട് ചേർത്ത് വെക്കാൻ, ഹൃദയത്തോട് ചേർത്ത് വെക്കാൻ ചൊല്ലി ഞങ്ങളെ ധാരാളം കാര്യങ്ങൾ, ധാരാളം പ്രയാസത്തിൽ കുടുങ്ങി നിൽക്കുന്നവർ നമ്മളെ മജ്‌ലിസ് കാണുന്നവരിലുണ്ട്. ബുദ്ധിമുട്ടിൽ കുടുങ്ങി നിൽക്കുന്നവര്, എടങ്ങേറില്, ബലാകളിൽ പ്രയാസപ്പെടുന്നവര് നമ്മളെ മജ്‌ലിസ് കാണുന്നവരിലുണ്ട്. എല്ലാ പ്രയാസവും ഈ ചെറിയ 2 വരിയുള്ള ഈ സ്വലാത്ത് കൊണ്ട് നമുക്ക് നേടിയെടുക്കാം. അപ്പൊ ഓരോരുത്തർക്ക് സംശയം ഉണ്ടാവും, ഈ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ ഞങ്ങളെ പ്രയാസങ്ങൾ മാറുമോ, ഞങ്ങളെ ബുദ്ധിമുട്ടുകൾ മാറുമോ? കമന്റ്, ഞാൻ എപ്പോഴും പറയുന്നത് പോലെ കമന്റ് സെക്ഷനിൽ വന്നുകൊണ്ട് പറയും, ഈ സ്വലാത്ത് ഇരുന്ന് ചൊല്ലിയാ മതിയോ, വേറൊന്നും ചെയ്യണ്ടേ, വേറൊരു പണിക്കും പോണ്ടേ, എല്ലാവരും ഈ സ്വലാത്ത് ഇരുന്ന് ചൊല്ലിക്കോളി എന്ന് പറഞ്ഞ് അതിനെ ആക്ഷേപിക്കുന്നവര്. ഹബീബായ തങ്ങളെ, നമ്മുടെ നാമധാരികൾ തന്നെ മറ്റുള്ളവരൊന്നും ചെയ്യൂല, ഈ പണി മറ്റുള്ളവരൊന്നും ചെയ്യൂല, അവര് നമ്മയെക്കായും ബഹുമാനുണ്ട്. സ്വലാത്തിനെയും റബീഉൽ അവ്വലിനെയും എല്ലാത്തിനെയും അവര് നമ്മയെക്കായും അവര് ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നവരുണ്ട്. മുഅ്മിനീങ്ങളെ, ധാരാളം ആളുകൾ നമുക്ക് തന്നെ അറിയാം. ശനിയാഴ്ചയും തിങ്കളാഴ്ചയും നമ്മൾ കൺസൾട്ടിങ്ങിന് ഇരിക്കുന്ന സമയത്ത്, നമ്മൾ നോട്ടത്തിന് ഇരിക്കുന്ന സമയത്ത് ധാരാളം ഇതര മതസ്ഥരാണ് നമ്മളിലേക്ക് വരുന്നത്. അവരെത്ര ബഹുമാനമാണ്. നമ്മളൊരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ അവർ എത്ര ഭംഗിയായിട്ടാണ് അവർ ചെയ്യുന്നത്. അതുകൊണ്ട് അവരൊന്നും ഇത് ചെയ്യൂല. നമ്മളെ നാമധാരികൾ തന്നെ, നമ്മളെ മതസ്ഥര് തന്നെയാണ് ഈ സ്വലാത്തിനെ ആക്ഷേപിക്കുന്നവര്, നല്ല നല്ല കാര്യത്തിനെ എതിർക്കുന്നവര്. എന്താണ് എന്റെ മുഅ്മിനീങ്ങളെ, സ്വലാത്ത് ചൊല്ലാൻ പറയുന്നത് ഞാനല്ല, ഞാനോ നിങ്ങളോ വേറൊരാളും അല്ല സ്വലാത്ത് ചൊല്ലാൻ പറഞ്ഞത്. ആരാണ് സ്വലാത്ത് ചൊല്ലാൻ പറഞ്ഞത്? അല്ലാഹു സുബ്ഹാനഹു തആല തന്നെയാണ്, പടച്ച തമ്പുരാൻ തന്നെയാണ് എന്റെ മുഅ്മിനീങ്ങളെ സ്വലാത്ത് ചൊല്ലാൻ പറഞ്ഞത്. സൂറത്തുൽ അഹ്സാബിലൂടെ പറഞ്ഞില്ലേ, ഇന്നല്ലാഹു വമലായികതുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. ഇതാരാ പറഞ്ഞത്? അല്ലാഹു ആണ് പറഞ്ഞത്, പടച്ച തമ്പുരാനാണ് പറഞ്ഞത്, നമ്മുടെ സൃഷ്ടാവാണ് പറഞ്ഞത്, പരിശുദ്ധ ഖുർആനിലൂടെയാണ് പറഞ്ഞത്. പിന്നെ നമുക്ക് എവിടെയെങ്കിലും തെളിവാണോ? അതിനെ പോലും ആക്ഷേപിക്കുന്നവര്, സ്വലാത്ത് ചെല്ലുന്നതിനെ പോലും കളിയാക്കുന്നവര്, അതിനെ പോലും ആക്ഷേപിക്കുന്നവര് നിങ്ങൾ എല്ലാവരും അങ്ങനെയല്ല ഉണ്ട്. നമ്മളെ കമന്റ് സെക്ഷനിലൊക്കെ നോക്കിയാൽ മതി, ആ വ്യക്തികളെ നമുക്ക് കൂടുതലായിട്ട് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ഇൻഷാ അല്ലാഹ് ഈ സ്വലാത്ത് അല്ലാഹു സുബ്ഹാനഹു തആല തന്നെയാണ് പരിശുദ്ധ ഖുർആനിലൂടെ സൂറത്തുൽ അഹ്സാബിലൂടെ നമ്മൾ ഉണർത്തിയത്. ഞാനും എൻ്റെ മലായികത്തീങ്ങളും ഹബീബായ തങ്ങളുടെ പേരിൽ ധാരാളം സ്വലാത്തുകൾ ചൊല്ലുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മുഅ്മിനീങ്ങളെ, നിങ്ങളും ചൊല്ലണേ എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലൂടെ നമ്മുടെ ഉണർത്തിയ ഒരു കാര്യമാണ് മുഅ്മിനീങ്ങളെ സ്വലാത്ത് ചൊല്ലാൻ. അതുകൊണ്ട് നമ്മൾ സ്വലാത്ത് ചൊല്ലണം. ഏതാണ് ഈ അത്ഭുതകരമായിട്ടുള്ള സ്വലാത്ത്? ഈ സ്വലാത്തുകൾ ചൊല്ലിയാൽ നമുക്ക് കിട്ടുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാം. ഈ 8ഓളം നേട്ടങ്ങൾ നമുക്ക് ഇൻഷാ അല്ലാഹ് പഠിക്കാം. 8ഓളം നേട്ടങ്ങൾ ഈ ഒരു 2 വരിയുള്ള ഈ ചെറിയ കുഞ്ഞൻ സ്വലാത്ത് ചൊല്ലിയാൽ 8ഓളം നേട്ടങ്ങൾ. ഈ 8 നേട്ടങ്ങൾ എന്താണ് നമുക്ക് വേണ്ടതാണ്, നമുക്ക് ജീവിതത്തിൽ ഉടനീളം വേണ്ട കാര്യങ്ങളാണ്. 8 കാര്യങ്ങളും നമുക്ക് വേണ്ടതാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് അതിന്റെ നേട്ടങ്ങൾ പറഞ്ഞിട്ട് അപ്പോഴാണ് നമുക്ക് ചൊല്ലാനൊരു ഇൻട്രസ്റ്റ് നമുക്കതാണ്. ആ നേട്ടങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ ഈ സ്വലാത്ത് ചൊല്ലിയാൽ ഇങ്ങനെ ലഭിക്കും, നമുക്ക് ചൊല്ലാൻ ഇൻട്രസ്റ്റ് ആണ്. അതാണ് മഹാന്മാർ നമുക്കതിന്റെ നേട്ടങ്ങൾ പറഞ്ഞു തരാനുള്ള കാരണം എന്താണ്? അല്ലെങ്കിൽ സ്വലാത്ത് മാത്രം പറഞ്ഞെന്നാ പോരെ, ഒരു സ്വലാത്ത് ചൊല്ലിക്കോളി എന്ന് പറഞ്ഞെന്നാൽ മതി. അല്ല, ഇതിന്റെ നേട്ടങ്ങൾ, ഇത് ചൊല്ലിയാലുള്ള നേട്ടങ്ങൾ നമുക്ക് ഓരോരോ മനുഷ്യന്റെ ഒരു തബഈയത്താണ്, അത് ജീവിത ശൈലിയാണ്. ആണ് നമുക്കൊരു കോഴിക്കോട് കാലിക്കറ്റില് ഒരു ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട്. അതിൽ ഇന്നാലിന്റെ കാര്യങ്ങൾ ഇത്ര ഓഫർ ഉണ്ട്. നമ്മൾ മണ്ടൂര്, നമ്മൾ ഓടും. അല്ലെങ്കിൽ എറണാകുളത്ത് ഇന്നാലിനൊരു ഓഫർ ഇട്ടിട്ടുണ്ട്, ഇത്ര നേട്ടങ്ങൾ കിട്ടും, ഇത്ര കാര്യങ്ങൾ അവിടുന്ന് കിട്ടും, ലാഭത്തിന് കിട്ടും. നമ്മൾ ഓടും, നമ്മൾ മണ്ടും, ഇല്ലേ? അവിടെ എത്തും, നമ്മൾ ഓടി അവിടെ എത്തും. കാരണം എന്താ? നേട്ടങ്ങൾ അറിഞ്ഞതുകൊണ്ട്, അവിടുത്തെ ഓഫറുകൾ നമ്മൾ അറിഞ്ഞതുകൊണ്ട്. അതാണ് ഈ ഒരു 2 വരിയുള്ള സ്വലാത്ത് ചൊല്ലിയാൽ ഇത്ര കാര്യങ്ങൾ നമുക്ക് കിട്ടും. അപ്പൊ നമുക്ക് ചൊല്ലാൻ ഇൻട്രസ്റ്റ് ആണ്.
ചൊല്ലാനൊരു ആവേശം ഉണ്ടാവും, ഒരു ഉന്മേഷം ഉണ്ടാവും. ഞാൻ പ്രയാസത്തിൽ പെട്ടുകിടക്കുകയാണല്ലോ, ഈ പറഞ്ഞ ഇത്ര പ്രയാസത്തിലാണ് ഞാൻ ഉള്ളത്, അതുകൊണ്ട് ഈ സ്വലാത്ത് നമുക്ക് ചൊല്ലാം. ചൊല്ലിക്കൊള്ളുന്ന മുത്തുമിനീങ്ങളെ, സ്വലാത്ത് ചൊല്ലി എന്ന് വെച്ച് ഒന്നും നമുക്ക് നഷ്ടപ്പെടാനില്ല. നമുക്ക് ലഭിക്കുകയാണ് വേണ്ടത്. നമുക്ക് ലഭിക്കും, എല്ലാ കാര്യങ്ങളും നമുക്ക് ലഭിക്കും. ഞാൻ ധാരാളം സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട്, എനിക്കൊന്നും നേടിയിട്ടില്ല പറയുന്നവരുണ്ടാകും. എങ്ങനെ ചൊല്ലണം? ആത്മാർത്ഥതയോടുകൂടി, ഇഖ്ലാസോടുകൂടി നമ്മൾ ചൊല്ലണം. സ്വലാത്ത് എന്ന് പറയുന്നത് ദിക്റിനെ പോലെയല്ല. ദിക്ർ ഒരാരെങ്കിലും കാണാൻ വേണ്ടി ചൊല്ലിയാൽ ദിക്റിന് മഹത്വം ഉണ്ടാവില്ല. ഞാൻ വലിയ ദിക്റുകാരനാണ് എന്ന് വിചാരിച്ച് ദിക്ർ ചൊല്ലിയാൽ ദിക്റിന് മഹത്വം ഉണ്ടാവില്ല. സ്വലാത്ത് അങ്ങനെയല്ല മുത്തുമിനീങ്ങളെ, അങ്ങനെ ചൊല്ലണം എന്നല്ല ഞാൻ പറഞ്ഞത്. ഒരാൾ കാണാൻ വേണ്ടി ഞാൻ വലിയ സ്വലാത്തുകാരനാണ് അങ്ങനെ അഹംഭാവത്തോടു കൂടി ചൊല്ലണം എന്നല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെ ചൊല്ലിയാലും കൂലി ലഭിക്കും, അത് പായാവൂല എന്നാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ മുത്തുമിനീങ്ങളെ, സ്വലാത്ത് നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെക്കണം. അത് ഏത് സ്വലാത്താണെങ്കിലും നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ആത്മാർത്ഥതയോടുകൂടി ചൊല്ലിയാൽ നിങ്ങളെ എല്ലാ പ്രയാസം മാറിയവരുണ്ട്. മുജറബാണ് മുത്തുമിനീങ്ങളെ, മാറിയവരുണ്ട്, നീങ്ങിയവരുണ്ട്, കടങ്ങൾ വീടിയവരുണ്ട്, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നീങ്ങിയവരുണ്ട്, വീട് പണി സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് പൂർത്തീകരിച്ചവരുണ്ട്. നാരിയത്ത് സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് എനിക്കറിയുന്ന ധാരാളം. കാരണം ഞാൻ ഈ കൺസൾട്ടിങ്ങിൽ ഇരിക്കുന്നത് കൊണ്ട്, വ്യാഴാഴ്ച, തിങ്കളാഴ്ചയും ശനിയാഴ്ചയും ഇരിക്കുന്നത് കൊണ്ട് നമ്മൾ ചൊല്ലാൻ പറയും നാരിയത്ത് സ്വലാത്ത് 4444 പ്രാവശ്യം ചൊല്ലാൻ പറയലുണ്ട്, കൊടുക്കലുണ്ട്. അതിന്റെ അതത് പറഞ്ഞുകൊണ്ട് ഇജാസിയത്തും കൊടുത്തുകൊണ്ട് നമ്മൾ ചൊല്ലാൻ പറയാറുണ്ട്, ഏൽപ്പിക്കാറുണ്ട്. അവരത് ഭംഗിയായിട്ട് ചൊല്ലി വീട് പണി പൂർത്തീകരിച്ചവരുണ്ട് സ്വലാത്ത് ചൊല്ലിക്കൊണ്ട്. അത് സ്വലാത്തിന്റെ മഹത്വമാണ്. സ്വലാത്തിൽ വീട്ടിലിരുന്ന് ചൊല്ലി വീട് ഇങ്ങനെ പൊങ്ങിയതല്ല ഞാൻ പറഞ്ഞത്, അങ്ങനെ തെറ്റിദ്ധരിക്കണ്ട. കാരണം എന്താണ്? സ്വലാത്ത് ചൊല്ലി അതിന്റെ മാർഗങ്ങൾ, അടഞ്ഞു കിടന്ന വാതിലുകൾ തുറന്നു കിട്ടിയവര്, തുറന്നു കിട്ടിയവര് മഹത്വമുണ്ട് മുത്തുമിനീങ്ങൾ. ഏത് സ്വലാത്തിനാണെങ്കിലും അതിൻ്റെതായ മഹത്വങ്ങളുണ്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ചെറിയ സ്വലാത്തും അതിന്റെ 8ഓളം ഗുണങ്ങളും അല്ലാഹുവേ നീ ഭാഗ്യം നൽകണേ അല്ലാഹ്, ചൊല്ലാനും ജീവിതത്തോട് ചേർത്ത് വെക്കാനും അല്ലാഹ് നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്, നീ തൗഫീഖ് നൽകണേ തമ്പുരാൻ. ആ സ്വലാത്തും അതിന്റെ 8ഓളം ഗുണങ്ങളും നേട്ടങ്ങളും പറയുന്നതിന് മുമ്പ് നമ്മളെപ്പോഴും മജ്‌ലിസിൽ സൂചിപ്പിക്കുന്നത് പോലെ ഇനി നേരിട്ട് കൺസൾട്ടിംഗ് ഡേറ്റ്, ഇനി നേരിട്ട് കാണാനുള്ള അവസരം തിങ്കളാഴ്ചയാണ്. പെരുന്നാൾ കഴിഞ്ഞ് ആദ്യ തിങ്കളാഴ്ച, ഇനി ആദ്യത്തെ ശനി, ഇനി വരുന്ന ശനി പെരുന്നാൾ ദിവസമാണ്. അന്ന് കൺസൾട്ടിംഗ് ഉണ്ടായിരിക്കുന്നതല്ല. പിന്നെ നമുക്ക് വരുന്നത് തിങ്കളാഴ്ചയാണ്. ധാരാളം ആളുകളാണ് നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുന്നത്, തങ്ങൾ ഇനി എന്നാണ് പെരുന്നാൾ കഴിഞ്ഞിട്ട്, ഇനി എന്നാണ് കൺസൾട്ടിംഗ് ഉള്ളത്, ഞങ്ങൾക്കൊന്ന് വരാനായിരുന്നു. ഇത്തരം പ്രയാസങ്ങൾ ഞങ്ങളെ ജീവിതത്തിൽ അലട്ടുന്നുണ്ട്, ഇത്തരം ബുദ്ധിമുട്ടിലാണ്, ഞങ്ങൾക്ക് നേരിട്ട് വന്ന് കൺസൾട്ടിംഗ് ചെയ്യാനായിരുന്നു, ഇനി എന്നാണ് തങ്ങളുടെ വീട്ടിലുണ്ടാകുക എന്ന് നിരന്തരമായിട്ട് കോളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി തിങ്കളാഴ്ചയാണ്, പെരുന്നാൾ കഴിഞ്ഞ ആദ്യ തിങ്കളാഴ്ച, അത് കഴിഞ്ഞാൽ ശനിയാഴ്ച. എല്ലാവർക്കും അറിയുന്നത് പോലെ 2 ദിവസങ്ങളാണ് വീട്ടിൽ കൺസൾട്ടിംഗ് ഉള്ളത്, ശനിയും തിങ്കളും. ഈ കാണുന്ന നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് വഴി ചോദിച്ചറിഞ്ഞ് ഇൻഷാ അല്ലാഹ് വരാൻ ശ്രമിക്കാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു ഭാഗ്യം നൽകട്ടെ. മുത്തുമിനീങ്ങളെ, ധാരാളം പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും ബുദ്ധിമുട്ടുന്ന ആളുകൾ, പൈശാചികമായ ഉപദ്രവങ്ങളിൽ ധാരാളം വർഷക്കാലം അതിന്റെ കെണിവലകളിൽ പെട്ടുപോയ ധാരാളം ആളുകൾ, അതിന് വലിയ സംരക്ഷണം ലഭിച്ചവര്, അതിന്റെ കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് അതിന് വലിയ ശിഫാ ലഭിച്ച ആളുകൾ, ഇബ്താലിയത്ത് ലഭിച്ച ആളുകൾ, അല്ലാഹുവേ നീ മരണം വരെ നീ നിലനിർത്തണേ അല്ലാഹ്. അത്തരം പ്രയാസങ്ങൾ അല്ലാഹുവേ ഇനി ഒരിക്കലും ആ പാവങ്ങൾക്ക് നീ കൊടുക്കല്ല അല്ലാഹ്. കണ്ണീരൊലിപ്പിച്ച് വന്നവര്, പൊട്ടിക്കരഞ്ഞു വന്നവര്, നമ്മുടെ അടുത്തേക്ക് കൺസൾട്ടിങ്ങിന് വരുന്നവർക്കറിയാം, പൊട്ടിക്കരഞ്ഞ് ധാരാളം ആളുകളാണ്. പല രോഗികൾ, ഡയാലിസിസ് രോഗികൾ, നടക്കാൻ പോലും കഴിയാത്തവര് നമ്മൾ സമീപിക്കുന്നവരുണ്ട്. അല്ലാഹുവിന് ശിഫ കൊടുക്കണേ അല്ലാഹ്, ആജിലായ കാമിലായ ശിഫ നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. ഇത്തരം പ്രയാസങ്ങൾ വന്ന് രോഗികളാക്കി തളർത്തിയ ആളുകൾ,
പൈശാചികമായ ഉപദ്രവങ്ങൾ നിരന്തരം ചെയ്ത് രോഗിയായി മാറിയവര് കിടന്നവര് അല്ലാഹുവേ നീ ശിഫ കൊടുക്കണേ അല്ലാഹ്, നീ ശിഫ കൊടുത്ത് അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് നമുക്ക് ആദ്യ സ്വലാത്തിലേക്ക് കടക്കാം, നീട്ടിക്കൊണ്ടു പോകുന്നില്ല. ഇൻഷാ അല്ലാഹ് സ്വലാത്തിലേക്ക് കടക്കാം. എന്താണ് ആ സ്വലാത്ത് ചൊല്ലിയാൽ കിട്ടുന്ന 7 നേട്ടങ്ങൾ എന്തൊക്കെയാണ് നിങ്ങളെ? ഒന്നാമതായിട്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാണ്, മൻ അക്സറ സ്വലാത്ത അലയ്യ, ആരെങ്കിലും എൻ്റെ പേരിൽ ധാരാളം സ്വലാത്തുകൾ വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ, ധാരാളം സ്വലാത്തുകൾ എൻ്റെ പേരിൽ ആരെങ്കിലും ചൊല്ലിക്കഴിഞ്ഞാൽ, അവൻ അല്ലാഹു എന്തെയും കോടീശ്വരനാക്കും, അല്ലാഹു അവനെ സമ്പന്നനാക്കും. മുഅ്മിനീങ്ങളെ, അവൻ അല്ലാഹു ധനാഢ്യനാക്കും. ഇത് ആരാ പറഞ്ഞത്? ഞാൻ പറഞ്ഞതാണോ? അല്ല, ഇത് ഹദീസാണ്. മുഅ്മിനീങ്ങളെ, മൻ അക്സറ സ്വലാത്ത അലയ്യ, ആരെങ്കിലും എൻ്റെ മേൽ സ്വലാത്തിനെ വർദ്ധിപ്പിച്ചാൽ, അവൻ എന്തെയും അല്ലാഹു സമ്പന്നനാക്കും, അല്ലാഹു അവനെ കോടീശ്വരനാക്കും. സമ്പത്ത് കൊണ്ട് അല്ലാഹു അവനെ പൊതിയുമെന്ന് മുഅ്മിനീങ്ങളെ, സമ്പത്ത് കൊണ്ട് അല്ലാഹു അവനെ കോടീശ്വരനാക്കുമെന്ന് ഹബീബായ തങ്ങളെ ഹദീസാണ്. അല്ലാഹു അവനക്ക് സമ്പത്ത് നൽകും. എന്തിനാണ്? ആരെങ്കിലും അപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, സമ്പത്ത് ഉണ്ടായാൽ വലിയ പ്രയാസല്ലേ, ബുദ്ധിമുട്ടല്ലേ എന്ന് കമന്റ് സെക്ഷനിൽ വന്ന് എഴുതുന്നവരുണ്ടാവും. അവർക്ക് സമ്പത്ത് കിട്ടിയാൽ അവർക്കൊരു ബുദ്ധിമുട്ടില്ല, മറ്റുള്ളവർക്ക് കിട്ടുന്നതാണ്. ആരെങ്കിലും ഇത് ചൊല്ലിയിട്ട് അവർക്ക് കിട്ടുമോ എന്ന് പേടിച്ചിട്ടാണ് അവരൊക്കെ മെസ്സേജ് അയക്കുന്നത്. സമ്പത്ത് വലിയ ബുദ്ധിമുട്ടല്ലേ എന്ന്. സമ്പത്തിന് മുഅ്മിനീങ്ങളെ ആവശ്യത്തിനുണ്ടായാലും കൂടുതലായിട്ടുണ്ടാവാലും അതിന്റെ മാർഗത്തിലൂടെ അത് സഞ്ചരിപ്പിച്ചു കഴിഞ്ഞാൽ ആർക്കും, അത് തങ്ങന്മാർക്ക് കിട്ടിയാലും മൗലിയാമാർക്ക് കിട്ടിയാലും സാധാരണ ആളുകൾ കിട്ടിയാലും സമ്പത്തൊന്നും ഒരു ബുദ്ധിമുട്ടല്ല. അതിന്റെ രൂപത്തിൽ അത് കൈകാര്യം ചെയ്താൽ, അത് കൈകാര്യം ചെയ്യുന്നിടത്താണ് ബുദ്ധിമുട്ട്. സമ്പത്ത് ഒരിക്കലും ബുദ്ധിമുട്ടല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ആർക്കും അല്ലാഹു സമ്പത്ത് കൊടുക്കൂലല്ലോ. ദുനിയാവിൽ തന്നെ അല്ലാഹു സമ്പത്ത് കൊടുക്കൂലല്ലോ. സമ്പത്ത് കൈകാര്യം ചെയ്യുന്നിടത്താണ് ഫാൾട്ട് പറ്റിയാലാണ് ബുദ്ധിമുട്ട്. സമ്പത്ത് ആർക്കും ബുദ്ധിമുട്ടല്ല മുഅ്മിനീങ്ങൾ. അല്ലാഹു കോടീശ്വരനാക്കുന്നു വെച്ചാൽ അല്ലാഹു കോടീശ്വരനാക്കുക തന്നെ ചെയ്യും. അത് നമുക്ക് തറപ്പിച്ച് പറയാം. ഈ സ്വലാത്ത് ആരെങ്കിലും ചൊല്ലിയാൽ, ആത്മാർത്ഥതയോടുകൂടി ചൊല്ലിയാൽ, അല്ലാഹു അവനെ കോടീശ്വരനാക്കും, അല്ലാഹു അവനക്ക് സമ്പത്തിന് അല്ലാഹു വർദ്ധിപ്പിച്ചു കൊടുക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് പറയുന്നത്. അതുമാത്രമല്ല മുഅ്മിനീങ്ങളെ, ലാ ഫഖറ ബഅദ, പിന്നീട് ഒരിക്കലും അവനക്ക് എന്തില്ല, ഫഖർ ഉണ്ടാവൂല, ദാരിദ്ര്യം ഉണ്ടാവൂല. ആലോചിച്ച് നോക്കി, ഇത് വലിയൊരു അർത്ഥമുള്ള, നമ്മൾ ചിന്തിക്കേണ്ട ഒരു ഹദീസാണ്. ആരെങ്കിലും ഈ സ്വലാത്തിന്, ഏത് സ്വലാത്താണെങ്കിലും, ഞാൻ ഈ പറയുന്ന സ്വലാത്താണെങ്കിലും ഏത് സ്വലാത്തിനെയും വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ, അധികരിപ്പിച്ചാൽ, 1-2 സ്വലാത്തല്ല, ചിലര് സ്വലാത്ത് ചെല്ലുന്നതൊക്കെയാണ് തമാശ. അവരൊരു സ്വലാത്തിന് മുറുകെ പിടിക്കും. ഒരു ഉദാഹരണത്തിൽ സ്വലാത്തുൽ ഫാത്തിഹ, നമ്മൾ മജ്‌ലിസിൽ ചൊല്ലുന്ന സ്വലാത്താണ്. സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലും, കുറച്ച് ഇങ്ങനെ ചൊല്ലും, പിന്നെ അതുകൊണ്ട് ഒരു നേട്ടം ഇതിനൊന്നും കിട്ടണില്ലല്ലോ, ഞാനിത് വെറുതെ ഇങ്ങനെ ചൊല്ലി ശൈത്താന്റെ ഒരു ഫിത്ന ഉണ്ടാകും, ശൈത്താന്റെ ഒരു ഷർറ് ഉണ്ടാകും. പിന്നെ അവൻ വേറെ ഏതെങ്കിലും സ്വലാത്ത് ചൊല്ലും, വേറെ എവിടെന്നെങ്കിലും കേൾക്കുമ്പോൾ വേറെ സ്വലാത്ത് ചൊല്ലും, പിന്നെ വേറെ സ്വലാത്ത് ചൊല്ലും. അത് ഇങ്ങനെ കഷ്ണം ഒരു 10 അല്ലെങ്കിൽ ഒരു 100, അങ്ങനെ അല്ല. ആത്മാർത്ഥമായിട്ട് ഒരു ദിവസം ഒരു 300 പ്രാവശ്യമെങ്കിലും സ്വലാത്തിനെ വർദ്ധിപ്പിക്കണം മുഅ്മിനീങ്ങളെ. ഒരു 300 തവണയെങ്കിലും ഒരു ദിവസം സ്വലാത്ത് ചൊല്ലണം. അല്ലെങ്കിൽ എപ്പോഴെങ്കിലും തോന്നുന്നത് പോലെ നമ്മൾ ചൊല്ലിയിട്ട് കാര്യമില്ല, ആർക്കോ വേണ്ടി ചൊല്ലിയിട്ടും കാര്യമില്ല. അപ്പൊ ആത്മാർത്ഥതയോടുകൂടി, ഇഖ്ലാസോടുകൂടി, എനിക്ക് വലിയ സമ്പന്നനാവണം, വലിയ കോടീശ്വരൻ, അങ്ങനത്തെ ഒരു നിയ്യത്ത് പാടില്ല. എന്തു വേണം? ഈ ഒരു സ്വലാത്ത്, എല്ലാ സ്വലാത്തും ചൊല്ലുമ്പോൾ എന്തു വേണം? ദുനിയാവിലും ആഖിറത്തിലും എനിക്ക് വിജയം വേണം. ഇതാവണം മുഅ്മിനീങ്ങളെ നമ്മുടെ നിയ്യത്ത്. ഹബീബായ തങ്ങളെ ശഫാഅത്ത് ലഭിക്കണം, ഹബീബായ തങ്ങളെ ശഫാഅത്ത് ലഭിക്കണം. അവിടുത്തെ റൗളാ ശരീഫിലേക്ക് സ്വലാത്ത് എത്തിക്കണം. ദുനിയാവ് മാത്രം മോഹിച്ച് ചൊല്ലരുത്. അവിടെ ഞാൻ പറഞ്ഞത്, അവിടെ നമ്മൾ ചൊല്ലുന്നിടത്ത് നോക്കണം, നമുക്ക് കിട്ടാൻ പോകുന്ന പ്രതിഫലത്തും നമ്മൾ നോക്കണം.
അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു ഭാഗ്യം അനുഗ്രഹിക്കുമാറാകട്ടെ. പിന്നീട് ഒരിക്കലും അവനക്ക് എന്തുണ്ടാവൂല, ഫഖർ, ദാരിദ്ര്യം ഉണ്ടാവൂല എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് അവിടുന്ന് പഠിപ്പിക്കുന്നത്. നമുക്ക് ചൊല്ലിക്കൂടെ? ചൊല്ലാൻ തയ്യാറല്ലേ മുഅ്മിനീങ്ങളെ? ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ്. രണ്ടാമതായിട്ട് ആരെങ്കിലും ഈ സ്വലാത്ത് ചൊല്ലിയാൽ, ഈ പറയാൻ പോകുന്ന സ്വലാത്ത് ചൊല്ലിയാൽ മുത്തുനബിയോടുള്ള ഒരു ബന്ധമുണ്ടാകും. ഒരു ബന്ധം നമുക്ക് സ്ഥാപിക്കാൻ കഴിയും. അവിടുത്തെ തൊട്ടടുത്ത സീറ്റ് നമുക്ക് ലഭിക്കും. മുത്തുനബിയോടൊപ്പം സ്വർഗത്തിൽ ഒരു തൊട്ടടുത്ത സീറ്റ് നമുക്ക് ലഭിക്കും. അവിടുത്തോടൊരു ബന്ധം എപ്പോഴും നമുക്കുണ്ടാകും. സ്വലാത്ത് ചൊല്ലി 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 അവിടുത്തോടൊരു ബന്ധം, ഒരു സുഹബത്ത് നമുക്ക് നേടിയെടുക്കാൻ കഴിയുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മൾ പഠിപ്പിക്കുന്നു. അതല്ല നമുക്ക് വേണ്ടത്. അതാണ് മുഅ്മിനീങ്ങളെ നമുക്ക് വേണ്ടത്. മുത്തുനബിയോടുള്ള ഒരു ബന്ധമാണ് വേണ്ടത്, അല്ലേ? അതാണ് എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് മുത്തുനബിയോടുള്ള ഒരു ബന്ധം. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ഇതൊക്കെ കേൾക്കും വലിയ ആനന്ദമാണ്. ഈ സ്വലാത്ത് ചൊല്ലാൻ വലിയ ഉന്മേഷമാണ്. അതാണ് ഞാൻ മുന്നേ പറഞ്ഞത്. ഇതിന്റെ മഹത്വം കേൾക്കുമ്പോൾ നിങ്ങൾ ആരും ചൊല്ലാതിരിക്കൂല മുഅ്മിനീങ്ങളെ, ചൊല്ലാതിരിക്കൂല. മഹാന്മാരായ പണ്ഡിതന്മാർ അവിടുത്തെ കിതാബിൽ വെറുതെ രേഖപ്പെടുത്തൂല മുഅ്മിനീങ്ങളെ. ചൊല്ലിക്കോ. മുത്തുനബിയോടുള്ള ഒരു ബന്ധം വേണോ? അല്ലാഹു ബന്ധം നൽകും മുഅ്മിനീങ്ങളെ. അല്ലാഹു നിങ്ങളുടെ സമൂഹത്തിന് അല്ലാഹു വർദ്ധനവ് വേണം മുഅ്മിനീങ്ങൾ. അല്ലാഹു വർദ്ധനവ് നൽകണോ? ചൊല്ലിക്കോ സ്വലാത്ത്. രണ്ടാമതായിട്ടുള്ള ഈ സ്വലാത്ത് ആരെങ്കിലും ചൊല്ലിയാൽ അവനക്ക് കിട്ടുന്ന രണ്ടാമതായിട്ടുള്ള പ്രതിഫലം, അൽഹംദുലില്ലാഹ്. കേട്ടാൽ അത്ഭുതമാണ് മുഅ്മിനീങ്ങളെ. ഹബീബായ തങ്ങളെ മനാമിൽ കാണാനുള്ള ഭാഗ്യം അല്ലാഹുവിനക്ക് നൽകും. ആലോചിച്ച് നോക്കി, ഹബീബായ തങ്ങളെ മനാമില് കാണാൻ, സ്വപ്നത്തിൽ ആ പൂമേനി ഒന്ന് ദർശിക്കാൻ ഭാഗ്യം ഉണ്ടാവാന്ന് പറഞ്ഞാൽ ദുനിയാവിൽ ഇതിനേക്കാളും വലിയ ഭാഗ്യം ഇല്ല മുഅ്മിനീങ്ങളെ. എന്നെ സംബന്ധിച്ചോളം ഇല്ല. ഓരോരുത്തർക്കും ഓരോ ചിന്തയാണല്ലോ. ഇല്ല, നമുക്ക് ആർക്കും അതിനേക്കാൾ വലിയൊരു ഭാഗ്യമില്ല. മനാവിൽ നമ്മൾ മുത്തുനബിയെ കണ്ടാൽ അത് നമുക്ക് എന്തും ചെയ്യാം. നമുക്ക് മനാവിലല്ലാതെ നമുക്ക് കാണാമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്ന മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് ചൊല്ലിക്കോ, സ്വലാത്ത് ചൊല്ലിക്കോ. ആ മനാമിൽ മുത്തുനബിയുടെ പൂമേനി ഒന്ന് ദർശിക്കാൻ ആഗ്രഹമില്ലേ മുഅ്മിനീങ്ങളെ? ആഗ്രഹമില്ലേ? ഇൻഷാ അല്ലാഹ് ചൊല്ലിക്കോ, സ്വലാത്ത് ചൊല്ലിക്കോ. ധാരാളം ആളുകള് സ്വലാത്ത് ചൊല്ലി മനാമിൽ മുത്തുനബിയുടെ പൂമേനി ഒന്ന് ദർശിച്ചവരില്ലേ? മഹാന്മാര് ചൊല്ലിയില്ലേ? മഹത്തുക്കൾ ചൊല്ലിയില്ലേ? ധാരാളം ഉമ്മമാര് ചൊല്ലി കണ്ടില്ലേ? ഇൻഷാ അല്ലാഹ് നമുക്കും കാണണ്ടേ മുഅ്മിനീങ്ങളെ? ആത്മാർത്ഥമായി ഈ സ്വലാത്തിനെ ചൊല്ലിക്കോ. ഒരു ദിവസമെങ്കിലും 300 പ്രാവശ്യമെങ്കിലും ചൊല്ലിക്കോ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു ഭാഗ്യം അനുഗ്രഹിക്കട്ടെ. മൂന്നാമതായിട്ട് ഈ സ്വലാത്ത് ആരെങ്കിലും ചൊല്ലിയാൽ അവർക്ക് കിട്ടുന്ന മൂന്നാമതായിട്ടുള്ള നേട്ടം, ഭക്ഷണത്തിൽ അല്ലാഹു വിശാലത നൽകും. അതാണ് നമുക്ക് വേണ്ടത്. ഞാനതാ മുന്നേ പറഞ്ഞത്. എല്ലാം നമുക്ക് വേണ്ടതാണ്. ഭക്ഷണത്തിൽ വിശാലത, അത് മുട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ തീർന്ന മുഅ്മിനീങ്ങളെ നമ്മൾ ധാരാളം മജ്‌ലിസിൽ ചർച്ച ചെയ്തതാണ്. ഭക്ഷണത്തിൽ മുട്ടുവന്നാൽ പിന്നെ നമുക്ക് അവസാനാണത്. ഭക്ഷണം കിട്ടാതിരുന്നാൽ വലിയ ബുദ്ധിമുട്ടല്ലേ മുഅ്മിനീങ്ങളെ? അല്ലാഹു ഭക്ഷണത്തിലുള്ള വിശാലത അല്ലാഹു നൽകുമെന്ന് മുഅ്മിനീങ്ങൾ. നമ്മൾ പട്ടിണി കിടക്കേണ്ടി വരില്ല, നമ്മളെ മക്കള് പട്ടിണി കിടക്കേണ്ടി വരില്ല, നമ്മളെ ഭാര്യ പട്ടിണി കിടക്കേണ്ടി വരില്ല, ഭർത്താവ് പട്ടിണി കിടക്കേണ്ടി വരില്ല. ആരെ മുമ്പിൽ പോയിട്ടും നമ്മൾ യാചിക്കേണ്ട അവസ്ഥ വരൂല മുഅ്മിനീങ്ങളെ. ചൊല്ലിക്കോ, ഈ സ്വലാത്തിനെ മുറുകെ പിടിച്ചോ. നാലാമതായിട്ടുള്ള നേട്ടം, നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു ബർക്കത്ത് നൽകും. നമ്മളെ മക്കളിൽ അല്ലാഹു ബർക്കത്ത് നൽകും.
നമ്മളെ ഭാര്യയില്, ഭർത്താവില്, വീട്ടില്, ജോലിയില്, ബിസിനസ്സില്, നമ്മുടെ സകലമാന കാര്യങ്ങളിലും അല്ലാഹു ബർക്കത്ത് നൽകും. എല്ലാത്തിലും അല്ലാഹു ബർക്കത്ത് നൽകുമെന്ന് മുഅ്മിനീങ്ങളെ ബർക്കത്ത് ഉണ്ടായാൽ മതി. പിന്നെ നമുക്ക് ദാരിദ്ര്യം ഉണ്ടാവൂല, പ്രയാസങ്ങൾ ഉണ്ടാവൂല, ബുദ്ധിമുട്ടുണ്ടാവൂല, ഇടങ്ങേറുണ്ടാവൂല. ബർക്കത്തല്ലേ വേണ്ടത്. നമ്മളെപ്പോഴും പറയുന്നത് പോലെ സാലറി ധാരാളമുണ്ട്. 1 ലക്ഷം സാലറി വാങ്ങുന്നവർ തയ്യാത്തവരുണ്ട്, എനിക്കറിയാവുന്നവരുണ്ട്. തങ്ങളെ എന്റെ സാലറി 1 ലക്ഷമാണ്, അല്ലെങ്കിൽ 50,000 അല്ലെങ്കിൽ 60,000, അല്ലെങ്കിൽ 70,000. എന്റെ കാര്യങ്ങളും വീടില്ലാത്തവര്, അത്രയും സാലറി വാങ്ങിയിട്ടും വീടില്ലാത്തവര്, 10, 15, 20,000 സാലറി വാങ്ങുന്നവര്, വീട് വെച്ചവര്, മനോഹരമായിട്ടുള്ള വീട് കെട്ടിപ്പണിതവര് എനിക്കറിയാവുന്നവരുണ്ട്. കാരണം എന്ത്? ഇതിലുള്ള ഡിഫറൻറ്റ് എന്താണ്? ഒരാൾക്ക് കിട്ടുന്ന പണത്തിൽ ബർക്കത്തുണ്ട്, ഒന്നിൽ ബർക്കത്തില്ല. അത് കിട്ടുന്നതനുസരിച്ച് ചെലവാണ്, അത് കിട്ടുന്നതിനേക്കാളും ചെലവാണ്. ഇത് കിട്ടുന്നതെല്ലാം തികയുന്നുണ്ട്, ആവശ്യങ്ങൾ കെടുക്കാൻ കഴിയുന്നുണ്ട്. രണ്ടും ഡിഫറൻറ്റ് എന്താണ്? കൂടുതൽ വാങ്ങിയിട്ട് കാര്യമില്ല, ബർക്കത്ത് വേണം. അതിനാണ് ബർക്കത്ത് ഉണ്ടാവുക എന്ന് പറഞ്ഞത്. നമ്മളിൽ നമ്മുടെ എല്ലാ കാര്യത്തിലും അല്ലാഹു ബർക്കത്ത് നൽകും. ഈ സ്വലാത്ത് ആരെങ്കിലും ചൊല്ലിയാൽ. 5-ാമതായിട്ട് മഹാന്മാരായ പണ്ഡിതന്മാർ എണ്ണുന്നു, ഈ സ്വലാത്തിന് ആരെങ്കിലും ചൊല്ലിയാൽ അവർക്ക് കിട്ടുന്ന 5-ാമതായിട്ടുള്ള നേട്ടം, 5-ാമതായിട്ടുള്ള അവനക്ക് കിട്ടുന്ന നേട്ടം എന്തെന്നറിയോ മുഅ്മിനീങ്ങളെ? ഹാജത്തുകൾ അല്ലാഹു നിറവേറ്റി കൊടുക്കും. അവന്റെ ആവശ്യങ്ങൾ, എന്ത് ആവശ്യങ്ങൾ അല്ലാഹുവിനോട് ചോദിച്ചാലും അല്ലാഹു നിറവേറ്റി തരും. 2-3 പ്രാവശ്യം ചോദിച്ച് ചൊല്ലിയിട്ട് കാര്യമില്ല. ഞാൻ ചൊല്ലിയല്ലോ തങ്ങളെ, എനിക്ക് എന്റെ ആവശ്യങ്ങൾ നിറവേറ്റി കിട്ടുന്നില്ലല്ലോ. ആത്മാർത്ഥമായിട്ട് ഇഖ്ലാസോടുകൂടി ആവശ്യങ്ങൾ നേടണം എന്ന് വെച്ച് മാത്രം ചൊല്ലരുത്. എന്റെ ഇന്നാലിനൊരു ആവശ്യം, അത് കഴിഞ്ഞാൽ കഴിഞ്ഞു. അവന്റെ സ്വലാത്തും കഴിഞ്ഞ് എല്ലതും കഴിഞ്ഞ് നല്ല നല്ല കാര്യം കഴിഞ്ഞ് അടുത്തെന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ സ്വലാത്ത് തുടങ്ങും. അവന്റെ അടുത്ത് ദിക്റുമാല ഉണ്ടാകും, അല്ലെങ്കിൽ ദിക്റുമുട്ടി ഉണ്ടാകും, മുസല്ലുണ്ടാകും, നിസ്കാരപ്പായി ഉണ്ടാകും, എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. അവന്റെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റി പിന്നെ അവനൊരു റെയിൽമണ്ട് കയറി കഴിഞ്ഞാൽ പിന്നെ അവനക്കൊന്നും നിസ്കാരമില്ല, നോമ്പില്ല, ഒരു കാൽ ദിക്റില്ല, സ്വലാത്തില്ല, ഒന്നുമില്ല. പിന്നെ എന്തെങ്കിലും കുടുക്കിലേക്കാണ് പോകുമ്പോ അവനക്ക് വേണം, ഈ സ്വലാത്ത് വേണം, തങ്ങന്മാര് വേണം, ഔലിയമാര് വേണം, എല്ലാവരും വേണം. പറ്റൂല. ഇതൊരു റൂട്ടിലായിരിക്കണം, ഇതൊരു തർബീയത്തിലായിരിക്കണം മുഅ്മിനീങ്ങളെ. ഇതൊരു തർബീയത്തിലായി കഴിഞ്ഞാൽ മഹാന്മാര് കൊടുക്കുന്ന സ്വലാത്ത് അത് ഏറ്റെടുക്കുക, അത് എണ്ണത്തിൽ ചൊല്ലുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആ രീതിയിലായിരിക്കണം മുഅ്മിനീങ്ങളെ നമ്മളെ സ്വലാത്തുകളും ദിക്റുകളും നമ്മൾ ചെയ്യേണ്ടതും. അതിന്റെ റൂട്ട് നമ്മൾ ക്രമീകരിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു ഭാഗ്യം അനുഗ്രഹിക്കട്ടെ. 6-ാമതായിട്ട് മഹാന്മാരായ പണ്ഡിതന്മാരുണ്ടെന്നോ, ആരെങ്കിലും ഈ സ്വലാത്തിനെ ജീവിതത്തോട് ചേർത്ത് വെച്ചാൽ 6-ാമതായിട്ട് അവനക്ക് കിട്ടുന്ന നേട്ടം, അവന്റെ എല്ലാ ടെൻഷനുകളും, മാനസികമായ പ്രയാസങ്ങളും, മാനസികമായ പിരിമുറുക്കങ്ങളും, ടെൻഷനുകളും അല്ലാഹു മാറ്റിത്തരും. ഇന്നെല്ലാവരും, എല്ലാ ചെറുപ്പക്കാരും എല്ലാവരും ടെൻഷനിലാണ്. ടെൻഷന്റെ മരുന്ന് കുടിക്കുന്നവരും മെഡിസിൻ കഴിക്കുന്നവരും ഡിപ്രഷനിലാണ്. ഒരു പ്രയാസം കേട്ടാൽ തന്നെ താങ്ങാൻ പറ്റണില്ല, ഒരു ബുദ്ധിമുട്ട് ജീവിതത്തിൽ ഉണ്ടായാൽ താങ്ങാൻ പറ്റണില്ല. ജീവിതം എന്ന് പറഞ്ഞാൽ എന്റെ മുഅ്മിനീങ്ങളെ പ്രയാസങ്ങളും പ്രതിസന്ധികളും കയറ്റുണ്ടാവും, ഇറക്കുണ്ടാവും. ഒരു കയറ്റുണ്ടെങ്കിൽ ഒരു ഇറക്കം ഉണ്ടാവും. പ്രയാസങ്ങളും പ്രതിസന്ധികളും അല്ലാഹുവിന്റെ പരീക്ഷണങ്ങളൊക്കെ ഉണ്ടാകും. അത് താങ്ങാൻ പറ്റണില്ല, ഇപ്പോഴത്തെ ആളുകൾക്ക്. ക്ഷമ വേണം മുഅ്മിനീങ്ങളെ. അസ്സബ്റു നിസ്ഫുൽ ഈമാൻ, നിസ്ഫാണ്, പകുതിയാണ് ഈമാനിന്റെ പകുതിയാണ് മുഅ്മിനീങ്ങളെ ക്ഷമ. ക്ഷമിക്കാനും സഹിക്കാനുള്ള ഒരു മനസ്സ് നമുക്ക് വേണം. ഇന്നെല്ലാവർക്കും ടെൻഷനാണ്, ഇന്നെല്ലാവർക്കും ഡിപ്രഷനാണ്. ഒരു പ്രയാസം താങ്ങാൻ പറ്റുന്നില്ല, ഒരു പ്രതിസന്ധിയെ ഫേസ് ചെയ്യാൻ കഴിയുന്നില്ല. പിന്നെ എങ്ങനെ നമ്മൾ ജീവിക്കാം? നമ്മുടെ ഈ ജീവിതം മുന്നോട്ട് നമ്മൾ എങ്ങനെ തള്ളി നീക്കും? ഒരു കടങ്ങൾ വരുമ്പോൾ പേടിക്കുകയാണ്, അതിനെ ഫേസ് ചെയ്യാൻ കഴിയുന്നില്ല.
ഒരു ബുദ്ധിമുട്ടൊരു ബലാ വരുന്ന സമയത്ത് ഫേസ് ചെയ്യാൻ കഴിയുന്നില്ല, അതിന് ഫേസ് ചെയ്യണം, ജീവിതത്തോട് ഫൈറ്റ് ചെയ്യണം മുഅ്മിനീങ്ങളെ. അവിടെയാണ് അവനക്ക് വിജയം ഉണ്ടാവുള്ളൂ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ടെൻഷൻ വരുന്ന സമയത്ത് നിങ്ങൾ പേടിക്കണ്ട, അതിനുള്ള മരുന്നാണ് ഈ സ്വലാത്തും ദിക്റുകളും. സ്വലാത്ത് ചൊല്ല. ടെൻഷൻ വരുമ്പോൾ എല്ലാവരും ചെയ്യുന്നത് എന്താണ്? സിസർ വാങ്ങുക, വലിക്കുക. അതൊരു മരുന്നാണോ? എനിക്ക് തോന്നിയിട്ടില്ല. ചില ആളുകൾ പറയാറുണ്ട്, ടെൻഷൻ വരുന്ന സമയത്ത് ഞങ്ങളെ ഞാനത് ചെയ്യും, അല്ലെങ്കിൽ വേറെന്തെങ്കിലും ലഹരികൾ ഉപയോഗിക്കും. എവിടെയാണ് നമുക്ക് നിങ്ങൾ ടെൻഷൻ തീരുന്നത്? പിന്നെ ടെൻഷനും ഡിപ്രഷനും അതിന്റെ മേലക്കാവുള്ളൂ. അതുകൊണ്ട് സ്വലാത്ത് ചൊല്ല്, അതിനുള്ള മരുന്നല്ലേ മുത്തുനബി നമ്മളെ പഠിപ്പിച്ചത്. സ്വലാത്ത് ചൊല്ലിന് മുത്തുമിനിങ്ങളെ, ഈ സ്വലാത്ത് ടെൻഷൻ മാറും. അവസാനമായിട്ട് എട്ടാമതായിട്ട് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞത്, വലിയ രോഗികള്, മാരകമായ രോഗത്തിൽ പ്രയാസപ്പെടുന്നവര് ഈ സ്വലാത്ത് ചൊല്ലിയാൽ രോഗങ്ങൾ പരിപൂർണ ആജിലായ കാമിലായ ശിഫ അല്ലാഹു നൽകും. രോഗങ്ങൾക്ക് അല്ലാഹുവിനെ ശിഫ നൽകണം. ആജിലായ കാമിലായ ശിഫ നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ഇത്ര മഹത്വമാണ്, 8 നേട്ടമാണ് മുഅ്മിനീങ്ങളെ. ആരെങ്കിലും ഈ സ്വലാത്ത്, ഈ 8 നേട്ടങ്ങൾ കേട്ടപ്പോഴേക്കും ഈ സ്വലാത്ത് കേൾക്കാൻ എല്ലാവർക്കും കൊതിയായി. നമ്മള് ആ നേട്ടങ്ങൾ മുന്നേ പറഞ്ഞത് എന്താണെന്നറിയോ? ഇതിനുള്ള ഇൻട്രസ്റ്റ് വരാൻ, ഈ സ്വലാത്ത് ചൊല്ലാൻ ഇൻട്രസ്റ്റ്. എന്താണ് മുഅ്മിനീങ്ങളെ ഈ സ്വലാത്ത്? ഏതാണ് ഈ സ്വലാത്ത്? ഈ സ്ക്രീനിൽ കൊടുക്കുന്നത് പോലെ എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഇഖ്ലാസോടുകൂടി എൻ്റെ കൂടെ ചൊല്ലുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ശ്രദ്ധിച്ചോ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി സ്വലാത്തൻ തലീഖു ബിജമാലിഹി വജലാലിഹി വകമാലിഹി. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം وبارك على سيدنا محمد وعلى آله صلاة تليق بجماله وجلاله وكماله. ഒന്നും കൂടി ശ്രദ്ധിച്ചോ, ആത്മാർത്ഥമായിട്ട് എൻ്റെ കൂടെ ചൊല്ലിക്കോ. സിമ്പിളല്ലേ? ഈ 2 വരിയിൽ ഒതുങ്ങുന്ന ഈ സ്വലാത്ത് ചൊല്ലാൻ എന്തൊരു മനോഹരമാണ്. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക على سيدنا محمد وعلى آله صلاة تليق بجماله وجلاله وكماله. ഇൻഷാ അല്ലാഹ് ഈ മനോഹരമായിട്ടുള്ള ഈ മനോഹരമായിട്ടുള്ള സ്വലാത്ത് ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന മുഅ്മിനീങ്ങളെ, ഒരു ദിവസം ഒരു 300 പ്രാവശ്യമെങ്കിലും ചൊല്ലാൻ കഴിയൂലേ? ഇത്ര മഹത്വങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടുമെന്ന് മുഅ്മിനീങ്ങളെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു ഭാഗ്യം നൽകട്ടെ. മുഅ്മിനീങ്ങളെ, നമ്മളെ പ്രയാസങ്ങൾ മാറണ്ടേ, നമ്മളെ ബുദ്ധിമുട്ടുകളും ഇടങ്ങേറുകളും തീരണ്ടേ മുഅ്മിനീങ്ങളെ. ഈ സ്വലാത്തിനെ ഹൃദയത്തോട് ചേർത്ത് വെച്ചോ. അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഈ സ്വലാത്ത് ചൊല്ലാനും ജീവിതത്തോട് ചേർത്ത് വെക്കാനും അല്ലാഹുവേ നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. ഞങ്ങളെ പ്രയാസങ്ങള് ഈ സ്വലാത്ത് കൊണ്ട് നീ മാറ്റി നൽകണേ അല്ലാഹ്. ഞങ്ങളെ ബുദ്ധിമുട്ടുകള് ഈ സ്വലാത്ത് കൊണ്ട് ഞാൻ ഇനി മാറ്റി നൽകണേ അല്ലാഹ്. വലിയ രോഗത്തിൽ പ്രയാസപ്പെടുന്നവര് നമ്മുടെ മജ്ലിസ് കാണുന്നവരുണ്ട് അല്ലാഹ്. ഈ സ്വലാത്ത് കൊണ്ട് എല്ലാ പ്രയാസങ്ങളും നീ മാറ്റി നൽകണേ അല്ലാഹ്. രോഗങ്ങൾക്ക് പരിപൂർണ ആജിലായ കാമിലായ ശിഫാ ഈ സ്വലാത്ത് കൊണ്ട് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. കടത്തിൽ പ്രയാസപ്പെടുന്നവരുണ്ട്, ചൊല്ലിക്കോ, സ്വലാത്ത് ചൊല്ലിക്കോ. അല്ലാഹുവേ, കടങ്ങൾ വീട്ടാനുള്ള മാർഗം നീ എളുപ്പമാക്കി നൽകണേ അല്ലാഹ്. നീ എളുപ്പമാക്കി നൽകണേ തമ്പുരാനേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇൻഷാ അല്ലാഹ് ഒരു കാര്യം ഉണർത്താനുള്ളത്, 5:30 നമ്മുടെ സയ്യിദിയ മജ്ലിസ് ധാരാളം ആളുകളാണ്. ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ
അവരെ ശ്രദ്ധയിൽ ഒന്ന് ഉണർത്തുക എന്ന് മാത്രം. 5:30 ഈ മജ്ലിസിൽ തന്നെ ഇൻഷാ അല്ലാഹ് നമ്മുടെ സയ്യിദിയ്യ മജ്ലിസിന്റെ ദിക്ർ ദുആ മജ്ലിസ് ഉണ്ടാകും. ദിക്ർ ദുആ മജ്ലിസ്, വലിയ ദിക്ർ ചൊല്ലി, ഇസ്തിഗ്ഫാർ ചൊല്ലി, സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലി ദുആ ചെയ്യുന്ന വലിയ മജ്ലിസ്, നിർഭയർക്ക് വലിയ ആശ്വാസമായ മജ്ലിസാണ്, രോഗികൾക്ക് വലിയ ശിഫ കിട്ടിയ മജ്ലിസ്, പ്രയാസങ്ങൾക്കും പ്രതിസന്ധികൾക്കും വലിയ ശമനം ലഭിച്ച മജ്ലിസ്, എടങ്ങേറിലും ബുദ്ധിമുട്ടിലും ബലായിലും കുടുങ്ങി നിൽക്കുന്നവർക്ക് വലിയ തണലേകിയ മജ്ലിസ്. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, മജ്ലിസ് അനുഭവസ്ഥര് വെളിപ്പെടുത്തിയ കാര്യങ്ങളാണ് മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് എല്ലാവരും പങ്കെടുക്കുക, കഴിയുന്നവരെല്ലാവരും 5:30 സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് ആ മുസല്ലയിൽ ഇരുന്ന് കണ്ടന്നെ മജ്ലിസിൽ പങ്കെടുക്കുക. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. അല്ലാഹു ഞങ്ങളുടെ സകലമായ പ്രയാസങ്ങളും എടങ്ങേറുകളും കടബാധ്യതകളും അല്ലാഹുവിനെ തീർത്ത് നൽകണം. അല്ലാഹ് നീ തീർത്ത് ഞങ്ങൾക്ക് വലിയ മനസ്സമാധാനവും വലിയ ക്ഷമയും നീ നൽകണേ അല്ലാഹ്. ജീവിതത്തിൽ വലിയ ബർക്കത്തും നൽകണേ തമ്പുരാനെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.